നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഒരു ഭരണകൂടത്തിനുണ്ടാകേണ്ട മിനിമം സ്വഭാവമുണ്ട്, ആർജവം. നെന്മാറ ഇരട്ടക്കൊലക്കേസ് പ്രതി പോത്തുണ്ടി തിരുത്തമ്പാടത്ത് ചെന്താമരയെ ഇപ്പോൾ പാലക്കാട് SP ചോദ്യം ചെയ്യുന്നു. വൈകിട്ടോടെ ചെന്താമരയെ കോടതിയിൽ ഹാജരാക്കുമെന്ന് പോലീസ് പറഞ്ഞു. രണ്ടുപേരെ അതിക്രൂരമായി കൊലപ്പെടുത്തിയതിനു ശേഷം ഒളിവിൽ പോയ പ്രതിയെ 2 ദിവസങ്ങൾക്ക് ശേഷമാണ് പോലീസ് പിടികൂടുന്നത്. 2 രാത്രിയും 2 പകലും പ്രതിക്കായി പോലീസ് കാത്തിരുന്നു. പോത്തുണ്ടി വനമേഖലയിൽ ഒളിവിലിരുന്ന പ്രതി വിശപ്പിനെ തുടർന്ന് പുറത്തിറങ്ങുമെന്നായിരുന്നു പോലീസിന്റെ വിശ്വാസം. ഒടുവിൽ ഭക്ഷണം തേടി പുറത്തു വരുന്നതിനിടയിൽ ഇന്നലെ രാത്രി 10 മണിയോടെ പ്രതിയെ കസ്റ്റഡിയിലെടുത്തു. ഒട്ടും കുറ്റബോധമില്ലാത്ത ഭാവത്തിലായിരുന്നു പ്രതി. മഫ്തിയിലായിരുന്ന പോലീസുകാർക്ക് മുന്നിൽ പ്രതി കീഴടങ്ങി. സമൂഹത്തെ നടുക്കുന്ന മൊഴിയാണ് ഇപ്പോൾ പ്രതിയിൽ നിന്ന് പോലീസിന് ലഭിച്ചിരിക്കുന്നത്. 5 പേരെ കൊലപ്പെടുത്താനാണ് താൻ പദ്ധതിയിട്ടിരുന്നത്. അതിൽ 2 പേരെ മാത്രമേ ഇപ്പോൾ വകവരുത്തിയിട്ടുള്ളൂ. ബാക്കി 3 പേരെയും താൻ കൊല്ലും. ഒരു ഭരണകൂടത്തിന് മുൻപിൽ, കേരള പോലീസിന് മുന്നിൽ ഒരു പ്രതി ഒട്ടും കൂസലില്ലാതെ താനിനി 3 പേരെ കൂടി കൊല്ലും എന്ന് പറയുന്ന അവസ്ഥ. ഇതൊക്കെ കേട്ടിരിക്കുന്ന കേരളത്തിൻ്റെ പോലീസ് എന്തുകൊണ്ട് ഇത്തരം പ്രതികൾ ഇപ്പോഴും ഇവിടെ സ്വൈരവികാരം നടത്തുന്നു? തമിഴ്നാട്ടിലോ ഉത്തർപ്രദേശിലോ ആയിരുന്നുവെങ്കിൽ ഈ പ്രതിയുടെ നെഞ്ചിൽ ഇതിനകം തന്നെ തുളയിട്ടേനെ. കേരളത്തിലെ സാധാരണ ജനങ്ങളുടെ പ്രതികരണം ഈ ഭരണകൂടം കാണുന്നില്ലേ? നെന്മാറ പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചതിന് തൊട്ടു പിന്നാലെ പ്രതിക്കെതിരെ രോക്ഷവുമായി നാട്ടുകാർ കളത്തിലിറങ്ങി. പ്രതിയെ കാണിക്കണമെന്നാവശ്യപ്പെട്ട് ഒട്ടേറെ ജനങ്ങൾ, അരിശമൂത്ത ജനങ്ങൾ പോലീസ് സ്റ്റേഷന്റെ ഗേറ്റ് ആഞ്ഞു തള്ളി. ജനം ഗേറ്റ് തല്ലിത്തകർത്ത് അകത്ത് കയറിയതോടെ പോലീസ് ഭയപ്പാടിലായി. ഒടുവിൽ പോലീസ് ലാത്തി വീശി പെപ്പർ സ്പ്രേ അടക്കം ജനങ്ങളുടെ നേർക്ക് പ്രയോഗിച്ചു. ഇന്നലെ രാത്രി തന്നെ പോലീസ് ചെന്താമരയുടെ വൈദ്യപരിശോധന പൂർത്തിയാക്കിയിരുന്നു. ക്ഷീണിതനായിരുന്നു എങ്കിലും മറ്റാരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ല എന്ന് പോലീസ് പറയുന്നു. 5 വർഷങ്ങൾക്ക് മുൻപ് നെന്മാറ പോത്തുണ്ടി ബോയൻ കോളനിയിൽ സുധാകരന്റെ ഭാര്യ സജിതയെ കൊലപ്പെടുത്തിയ കേസിൽ ഇയാൾ ജയിലിലായി. പിന്നീട് ജാമ്യത്തിലിറങ്ങിയാണ് ഇപ്പോൾ സുധാകരനെയും അമ്മ ലക്ഷ്മിയെയും ഇയാൾ കൊലപ്പെടുത്തിയത്. 2 ദിവസത്തിൽ കൂടുതൽ ഭക്ഷണമില്ലാതെ ഇയാൾ കഴിച്ചുകൂട്ടില്ല എന്ന് ഇയാളുടെ സഹോദരൻ പോലീസിനോട് പറഞ്ഞു. ജനങ്ങൾ പറഞ്ഞതും അതുതന്നെ. തുടർന്ന് നാട്ടിലെത്തിയാൽ ഇയാളെ പിടികൂടാൻ മഫ്തിയിൽ പോലീസിനെ വിന്യസിച്ചു. ഇരട്ടക്കൊലയ്ക്ക് കാരണം പോലീസ് വീഴ്ചയെന്ന് ഇപ്പോൾ പോലീസ് തന്നെ തയ്യാറാക്കിയ റിപ്പോർട്ടിൽ പറയുന്നു. നെന്മാറ സ്റ്റേഷൻ ഇൻസ്പെക്ടർ M. മഹേന്ദ്ര സിംഗിനെ ഇപ്പോൾ അതിന്റെ പേരിൽ സസ്പെൻഡ് ചെയ്തു. പോലീസിന് വീഴ്ച സംഭവിച്ചുവെന്ന് ജില്ലാ പോലീസ് മേധാവി അജിത് കുമാറിന്റെ റിപ്പോർട്ടിന് പിന്നാലെയായിരുന്നു ഈ സസ്പെൻഷൻ. കൊലപാതകം നടന്ന് 35 മണിക്കൂറിന് ശേഷമാണ് ചെന്താമരയെ പോലീസ് പിടികൂടുന്നത്. ചൊവ്വാഴ്ച രാത്രി 10:30 മണിക്ക് ബോയൻ കോളനിയിലെ വീട്ടിലേക്ക് വരുന്ന വഴിയിലാണ് ഈ പ്രതിയെ പോലീസ് പിടികൂടുന്നത്. സുധാകരനുമായി തലേ ദിവസമുണ്ടായ തർക്കമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണ് പ്രതിയുടെ മൊഴി. സുധാകരൻ തന്നെ അപായപ്പെടുത്തുമോ എന്ന് താൻ ഭയപ്പെട്ടിരുന്നു. അതുകൊണ്ട് അതിനു മുൻപേ സുധാകരനെയും അമ്മയെയും കൊല്ലാൻ താൻ പദ്ധതിയിട്ടു. തലേ ദിവസം സുധാകരനുമായി തർക്കമുണ്ടായി. ഭാര്യയെ കൊന്നതിന് താൻ കാണിച്ചു തരാം എന്ന് സുധാകരൻ തന്നോട് പറഞ്ഞിരുന്നു. ഇതോടെ സുധാകരനെ കൊല്ലാൻ താൻ പദ്ധതിയിട്ടു. ലോക്കപ്പിലാക്കിയതിന് തൊട്ടു പിന്നാലെ ചെന്താമര പോലീസിനോട് കയർത്തു. തനിക്ക് ചിക്കനും ചോറും നൽകണമെന്നാണ് അയാൾ പോലീസിനോട് പറഞ്ഞത്. വൈദ്യപരിശോധനയിൽ ചെന്താമര വിഷം കഴിച്ചിട്ടില്ല എന്ന് പോലീസിന് മനസ്സിലായി. തുറന്ന കോടതിയിൽ പ്രതിയെ ഹാജരാക്കേണ്ടതില്ല എന്നതാണ് തീരുമാനം. പ്രത്യേക അനുമതി വാങ്ങി ബുധനാഴ്ച വൈകിട്ട് 4 മണിക്ക് മജിസ്ട്രേറ്റിന്റെ ചേംബറിൽ ഹാജരാക്കും. 2019 കൊലപാതക സമയത്തും ഇയാളെ പിടികൂടിയത് സമാന രീതിയിൽ. അന്നും ഒളിവിൽ കഴിഞ്ഞ പ്രതി വിശപ്പ് സഹിക്കാനാവാതെ പുറത്തിറങ്ങിയപ്പോഴാണ് പോലീസ് പിടികൂടിയത്. ഇരട്ടക്കൊലയ്ക്ക് ശേഷം 36 മണിക്കൂർ ഒളിവിൽ കഴിഞ്ഞ പ്രതിയെ ഒടുവിൽ ചൊവ്വാഴ്ച രാത്രി പോലീസ് കീഴടക്കുന്നു. ചെന്താമര എവിടെയെന്ന് സ്ഥിരീകരിച്ചില്ല എന്നും ചൊവ്വാഴ്ചത്തെ തിരച്ചിൽ അവസാനിപ്പിച്ചതായും പോലീസ് മാധ്യമങ്ങളെ ഇന്നലെ അറിയിച്ചിരുന്നു. എന്നാൽ പോത്തുണ്ടി മലയിൽ നിന്നുള്ള വഴികളിൽ പല സ്ഥലങ്ങളിലായി പോലീസുകാരെ വിന്യസിച്ചു. പോലീസിന്റെ തിരച്ചിൽ അവസാനിച്ചുവെന്ന് കരുതിയാണ് ചെന്താമര വനത്തിൽ നിന്നും പുറത്തിറങ്ങിയത്. വീട്ടിലേക്ക് നടക്കുമ്പോൾ പതിയിരുന്ന് പോലീസ് ഇയാളെ പിടികൂടി. യാതൊരുവിധ കുറ്റബോധവുമില്ലാതെ ഇനിയും താൻ 3 പേരെ വകവരുത്തുമെന്ന് ഒരു പ്രതി പോലീസ് സ്റ്റേഷനിലിരുന്ന് പറയുന്നു. ഇത്തരം പ്രതികൾ ഇനിയും കേരളത്തിൽ വളരരുത്. അവനെ ജയിലിലടച്ച് എന്തിനാണ് മട്ടനും ചിക്കനും ഒക്കെ കൊടുത്ത് നമ്മൾ ഇങ്ങനെ പോറ്റി വളർത്തുന്നത്? നാളെ ഇവനിറങ്ങി മറ്റു 3 പേരെ കൊലപ്പെടുത്തിയാൽ അതിന് ആര് സമാധാനം പറയും? ചെന്താമരയുടേത് ഒരു പ്രണയവിവാഹമായിരുന്നു. എന്നാൽ ഇയാളുടെ സൈക്കോ സ്വഭാവം കാരണം ഭാര്യ ഉപേക്ഷിച്ചു പോയി. മകളും പിണങ്ങി. ഇതിന് പിന്നിൽ സജിതയാണ് എന്ന് ചില ജ്യോത്സ്യന്മാരുടെ ഉപദേശമാണ് ഇയാളെ പിന്നീട് ഒരു കൊലയാളിയാക്കി മാറ്റിയത്.
നീളൻ മുടിയുള്ള ഒരു സ്ത്രീയാണ് നിങ്ങളുടെ കുടുംബം കലക്കിയതെന്ന് ജ്യോത്സ്യൻ പറഞ്ഞുവത്രേ. ഇത് കേട്ടുകൊണ്ട് സജിതയെ കൊല്ലാനിറങ്ങിയ ചെന്താമര തന്റെ ലിസ്റ്റിൽ ഇനി ബാക്കിയുള്ളത് ബിന്ദുവും പുഷ്പയും തന്റെ ഭാര്യയുമാണ് എന്ന് ചെന്താമര പറയുന്നു. സജിതയുടെ അയൽവക്ക വീടുകളിലുള്ളവരാണ് ബിന്ദുവും പുഷ്പയും. സജിതയെ കൊലപ്പെടുത്തിയതിനു ശേഷം അന്ന് ചെന്താമര ബിന്ദുവിന്റെ വീട് വരെ സഞ്ചരിച്ചിരുന്നു. അതിന്റെ തെളിവുകൾ പോലീസ് അന്ന് ശേഖരിക്കുകയും ചെയ്തു. വിവാഹമോചനം നേടി രക്ഷപ്പെട്ട ഭാര്യയെ കൊലപ്പെടുത്തുകയാണ് ഇയാളുടെ മറ്റൊരു ലക്ഷ്യം. ഇതിനകം തന്നെ പേരുമൂരുമൊന്നും മറ്റുള്ളവരോട് വെളിപ്പെടുത്താതെ എവിടെയോ പോയി ഒളിച്ചിരിക്കുകയാണ് ചെന്താമരയുടെ മുൻ ഭാര്യ. നെന്മാറ ഇരട്ടക്കൊല പാലക്കാടിനെ പൂർണ്ണമായി വിറപ്പിച്ചു. നാട്ടുകാരും പോലീസും ഒരുമിച്ചിറങ്ങിയാണ് ചെന്താമരയ്ക്ക് വേണ്ടിയുള്ള തിരച്ചിൽ നടത്തിയത്. അയാളെ കൊന്നുകളയണമെന്ന് നാട്ടുകാർ ആക്രോശിക്കുന്നു. കേരളത്തിലെ സമൂഹ മാധ്യമങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്നതും വ്യക്തമായ ആക്രോശം തന്നെ. ചെന്താമരയെ ഇങ്ങനെ സ്വൈരവിഹാരത്തിന് വിടരുത്. ജാമ്യത്തിലിറങ്ങിയ ചെന്താമര എന്തുകൊണ്ട് സുധാകരനെയും അമ്മയെയും കൊലപ്പെടുത്തി എന്ന ചോദ്യത്തിനൊരു ഉത്തരം മാത്രമേ നമുക്ക് കണ്ടെത്താൻ കഴിയൂ. ഭരണകൂടത്തിന്റെ നിസ്സംഗത, പോലീസിന്റെ വീഴ്ച. ചെന്താമര അയാളുടെ വീടിരിക്കുന്ന പഞ്ചായത്തിൽ പ്രവേശിക്കരുത് എന്ന് ജാമ്യവ്യവസ്ഥയിൽ വ്യക്തമായി പറഞ്ഞിരുന്നു. എന്നാൽ അത് ഉറപ്പുവരുത്തുന്നതിൽ പോലീസ് പരാജയപ്പെട്ടു. തനിക്കും തന്റെ കുടുംബത്തിനും വധഭീഷണിയുണ്ട് എന്ന് കാണിച്ച് സുധാകരൻ നേരത്തെ നെന്മാറ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിരുന്നു. എന്നാൽ വേണ്ടത്ര ഗൗരവത്തോടെ ഈ പരാതി പോലീസ് കണക്കിലെടുത്തില്ല. അന്ന് ചെന്താമരയെ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ചു വരുത്തിയെങ്കിലും അയാൾ സ്റ്റേഷനിൽ കയറാൻ കൂട്ടാക്കിയില്ല. ഡിവൈഎസ്പിക്ക് വേണേ പുറത്തേക്ക് വന്ന് തന്നോട് സംസാരിക്കാം എന്ന് പോലീസ് സ്റ്റേഷന് പുറത്ത് ഗേറ്റിൽ നിന്ന് ഇയാൾ പറഞ്ഞു. അത് കേട്ട് ഡിവൈഎസ്പി ഗേറ്റ് വരെ ചെന്ന് ചെന്താമരയുമായി സംസാരിക്കുന്നു. കേരള പോലീസിന്റെ ഗതികേട് അല്ലാതെന്ത്. നേരത്തെ ചെന്താമര ആത്മഹത്യ ചെയ്തു എന്ന് സംശയിച്ച് ജലാശയങ്ങളിലൊക്കെ അഗ്നിശമന സേന പരിശോധന നടത്തിയിരുന്നു. കെടാവർ നായയെ ഉപയോഗിച്ചും ചില പരിശോധനകൾ നടത്തി. നെന്മാറ പഞ്ചായത്തിലോ പോലീസ് സ്റ്റേഷൻ പരിധിയിലോ പ്രവേശിക്കാൻ പാടില്ല എന്ന ജാമ്യവ്യവസ്ഥ ഉറപ്പുവരുത്താൻ ശ്രമിക്കാത്ത പോലീസ് തന്നെയാണ് സുധാകരന്റെയും അമ്മയുടെയും ഈ കൊലപാതകത്തിന് പിന്നിലെ യഥാർത്ഥ കാരണക്കാർ. നമ്മുടെ ഭരണകൂടത്തിന്റെ നിസ്സംഗത തന്നെയാണ് ഇത്തരം ചെന്താമരകൾ നാട്ടിൽ വിഹരിക്കാൻ കാരണം. അയാൾ ഇപ്പോഴും പോലീസ് സ്റ്റേഷനിലിരുന്ന് വിളിച്ചു കൂവുന്നു. ഇനി തൻ്റെ ഹിറ്റ് ലിസ്റ്റിൽ 3 പേർ കൂടിയുണ്ട്, അവരെ കൂടി താൻ വധിക്കുമെന്ന്. ഇത്തരമൊരു ചെന്താമര ഇപ്പോഴും ഇങ്ങനെ സംസാരിക്കുന്നുവെങ്കിൽ അത് ഭരണകൂടത്തിൻ്റെ ആർജവമില്ലായ്മ തന്നെ. മറുവശത്ത് പോലീസ് എന്തുകൊണ്ട് തമിഴ്നാട്ടിലെ പോലീസിനെ കണ്ടുപഠിക്കുന്നില്ല? ഉത്തർപ്രദേശിലെയും മറ്റ് നോർത്ത് ഇന്ത്യയിലെയുമൊക്കെ പോലീസ് ഉദ്യോഗസ്ഥരുടെ ആർജവം എന്തുകൊണ്ടവർ ഇവിടെ പകർത്തുന്നില്ല? ഇനിയും നിസ്സംഗമായിരുന്നാൽ പല നിരപരാധികളെയും ഇവൻ വേട്ടയ്ക്കിരയാക്കും. നിയമം ഇയാൾക്ക് വധശിക്ഷ നൽകുന്നുവെങ്കിൽ നമുക്ക് അംഗീകരിക്കാം. അതല്ല എങ്കിൽ ഇനി സമൂഹത്തിലേക്ക് ഇയാൾ ഇറങ്ങാൻ പാടില്ല. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.